നമ്മളിപ്പോൾ നെല്ലിയാമ്പതിയിലെത്തിയിട്ടാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നെല്ലിയാമ്പതിയുടെ പകുതി ഭാഗമാണ് നമ്മൾ കാണിച്ചിരുന്നത്. അപ്പോൾ ഈ കിടക്കുന്ന ജീപ്പുകളൊക്കെ അവിടെ നമുക്ക് ജീപ്പ് സഫാരിക്ക് ഓഫ് റോഡ് റൈഡറിന് വേണ്ടി ജീപ്പ് സഫാരിക്ക് വേണ്ടി ഉള്ളതാണ് കേട്ടോ. നേരെ നമ്മൾ എത്തണത് കേരള സർക്കാരിൻ്റെ ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാമിലോട്ടാണ് കേട്ടോ. അവിടെ നമുക്ക് 25 രൂപ ടിക്കറ്റ് വരും ഒരാൾക്ക്. അപ്പോൾ ആ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ കയറി അകത്തോട്ട്. ഇവിടെ നമുക്ക് ചിലവഴിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. അതേപോലെ തന്നെ അവിടുന്ന് തൈകളോ ചെടികളുടെ വിത്ത് അങ്ങനെ എല്ലാ സാധനങ്ങളും അവിടെ നമുക്ക് കിട്ടും. അതുപോലെ ടിഷ്യൂ കൾച്ചർ വാഴ അങ്ങനെ ഒരുപാട് ഐറ്റംസ് കിട്ടും. അപ്പോൾ അവിടെ അതിൻ്റെ ഉള്ളിലായിട്ട് അതിൻ്റെ ഔട്ട്ലെറ്റ് അവിടെ സ്റ്റാഫുകളുണ്ട്. പിന്നെ KSRTCയുടെ ഒരുപാട് യാത്രക്കാർ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. KSRTCയുടെ ഒരുപാട് ബസ്സുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അധികം ചിലവില്ലാതെ വരാൻ പറ്റിയൊരു മാർഗ്ഗമാണ് KSRTCയുടെ. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ വട്ടവട പോയാലും എവിടെ പോയാലും ഇപ്പോൾ സ്ട്രോബെറി വരെയും ഇവിടെ നമുക്ക് അവർ ഇത് ചെയ്യുന്നുണ്ട്. എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട്. ഓറഞ്ച് ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്, അതേപോലെ തന്നെ ക്യാരറ്റ്, അങ്ങനെ ഹൈ റേഞ്ചിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും അവർ അവിടെ ഫാമിലുണ്ട് കേട്ടോ. അതേപോലെ തന്നെ പീച്ചൊക്കെ അവിടെ നല്ലപോലെ കായ്ച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയിൽ നല്ലോണം ഒരുപാട് കായൊക്കെ പിടിച്ചിട്ടുണ്ട് പീച്ചിൻ്റെയൊക്കെ. പിന്നെ നമ്മൾ എല്ലാ വീഡിയോ എന്താ പറയുക, ഒരുപാട് കൂടുതൽ ലെങ്ത്തിലോട്ടാക്കാതെ നമ്മൾ കട്ട് ചെയ്താണ് കയറ്റിയേക്കണത്. നല്ല ഭംഗിയുള്ള ഭാഗങ്ങൾ കുറേയൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചൂട് വളരെ കുറവാണ് കേട്ടോ. ഇതിപ്പോൾ നല്ല വെയിലത്താണ്. ഒരു 12 മണി സമയത്തൊക്കെയാണ് ഞങ്ങൾ അവിടെ എത്തിയേക്കണത്. പക്ഷേ വെയിലിൻ്റെ ചൂട് നമുക്ക് അനുഭവപ്പെടില്ല. നല്ല തണവുള്ള കാറ്റും നല്ല രസമാണത്. ഇപ്പോൾ പോത്തുണ്ടീനെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പോത്തുണ്ടീൻ്റെ കാര്യം. അവിടെ നല്ല വെയിലും നല്ല ചൂടുമാണ്. ഇതിനകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. ഇരിക്കാനുള്ള ലെവലിൽ എല്ലായിടത്തും അവരൊരു പ്രത്യേക ചെയർ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു പ്രത്യേക തണലും കാറ്റും അടിപൊളിയാണ് അത് കേട്ടോ. അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ 3-4 ഏറുമാടങ്ങളൊക്കെ ഉണ്ട്. നമ്മൾക്ക് അവിടെ കയറി ഇരിക്കാനോ കുറച്ച് നേരമൊക്കെ ഇരിക്കാം. തിരക്കുണ്ട്. അപ്പോൾ എല്ലാവരും കയറുമ്പോൾ നമ്മൾ ഒരുമിച്ച് എല്ലാവരും കൂടി കയറിയിരുന്നാൽ ചിലപ്പോൾ അത് 4-5 ആൾക്കാർക്ക് അവിടെ കയറുന്നാലും അത് കുഴപ്പമില്ലാതിരിക്കുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും പറ്റും. അപ്പോൾ അതനുസരിച്ച് കയറാൻ നല്ല രസമാണ് അതിനകത്ത് കയറിയാൽ. ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ. ഫാഷൻ ഫ്രൂട്ടിൻ്റെ തോട്ടങ്ങളുണ്ട്. അതായത് ഫാഷൻ ഫ്രൂട്ട് അവിടെ കൃഷി ചെയ്ത് അവിടെ നിന്ന് നമുക്ക് അതിൻ്റെ ഇത് കിട്ടുമായിരുന്നു, വാങ്ങിക്കാൻ കിട്ടുമായിരുന്നു. ഞായറാഴ്ച ആയിട്ടാണെന്നറിയില്ല. ഞങ്ങൾ ഒരു വട്ടം വന്ന സമയത്ത് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് അതിൻ്റെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ സ്ക്വാഷ് അങ്ങനെ ഐറ്റംസ് കുറേയൊക്കെ വാങ്ങിക്കാൻ കിട്ടുമായിരുന്നു. അവരുടെ കൗണ്ടറെ പുറത്തുനിന്ന് കിട്ടുമായിരുന്നു. ഇനി ഞായറാഴ്ച അതിൻ്റെ പേരിലാണെന്ന് അറിയില്ല, ഞാൻ അവിടെ അത് കണ്ടില്ല. ആ ഫാമിന് ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഒക്കെ ഉള്ളിലോട്ട് നമുക്ക് കയറി. ഞാനൊരു വട്ടം ഇവിടെ വന്നിട്ടുണ്ട്. ഒരു എന്താ പറയുക, കൃഷിഭവൻ്റെ കെയർ ഓഫിൽ ഒരു ക്ലാസ്സിൻ്റെ കാര്യത്തിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. 2 ദിവസം ഇവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ. അപ്പോൾ ഇനി ഇത് നമുക്ക് കപ്പലണ്ടിയാണ് കേട്ടോ. അതുവരെ അവിടെ ഉണ്ട് കേട്ടോ. അവരുടെ ഒരു ഇതിൻ്റെ പേരിൽ വന്നതിൻ്റെ പേരിലാണെന്ന് അറിയില്ല, നമുക്കങ്ങനെ കിട്ടിയത്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഏറുമാടോട്ടാ. ഇതിനകത്ത് ഞങ്ങൾ കയറി. കുഴപ്പമില്ല, എല്ലാവരും കയറാൻ പറ്റും. ഒന്ന് ശ്രദ്ധിക്കണമെന്നുള്ളൂ. പേടിക്കണ്ട. അതെ, അവർ ലേഡീസൊക്കെയാണ് കയറി പോകണം. എല്ലാവരും കയറുന്നുണ്ട്. അതിനുവേണ്ടി ക്യൂ ആയ ആൾക്കാർ നിൽക്കുന്നുണ്ട്. ക്യൂ പോലെ കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളും കയറി. തിരിച്ചിറങ്ങുമ്പോൾ അങ്ങനെ നമുക്കൊരു നേരെ കുത്തനെയായിട്ടുള്ളൊരു ഇത് തോന്നിക്കും. എന്നാലും കുഴപ്പമില്ല, പതുക്കെ ഇറങ്ങാം. അതല്ലെങ്കിൽ റിവേഴ്സായിട്ട് കയറിയ പോലെ തന്നെ തിരിച്ചിറങ്ങാം. അപ്പോൾ അത്രയും ബുദ്ധിമുട്ട് തോന്നാത്ത ലെവലിൽ വരാൻ പറ്റും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ വീഡിയോ ഇടുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ആളായിട്ട് നമ്മൾ ചെയ്യണമുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ നമുക്ക് വല്ല തെറ്റുകളോ അല്ലെങ്കിൽ വീഡിയോയിൽ എന്താ പറയുക, ഈ നിങ്ങൾക്ക് എങ്ങനെ ലാഗ് ചെയ്ത് പോകണം അല്ലെങ്കിൽ കൂടുതൽ നേരം ആവുന്നുണ്ടോ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് കംപ്ലയിൻസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നണമെങ്കിൽ അത് നമ്മളോടൊന്ന് പറയണം കേട്ടോ. നമുക്കത് മാറ്റാവുന്നതാണ് കേട്ടോ. ഞാനത് എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. ആരും പറയാതെ വരുമ്പോൾ നമുക്കത് തെറ്റില്ല എന്നുള്ള ലെവലിലാണ് നമുക്ക് തോന്നാറ്.
എങ്കിലും ചെറിയ ആൾക്കാർ എന്നെ കാണുമ്പോൾ പറയുന്നുണ്ട് അതങ്ങനെ ചെയ്യണം, അതെങ്ങനെ ഇരുന്നിട്ട് അത് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ അതനുസരിച്ച് മാറ്റം വരുത്തുന്നുണ്ട്. പിന്നെ ഈ വീഡിയോ നമ്മളെ മാക്സിമം ആൾക്കാർക്ക് കാണാനുള്ള സീനറിയും കൂടി ഉൾപ്പെടുത്തിയാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ പക്ഷെ മാത്രം കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ യാത്രയുടെ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. അപ്പോൾ ഞാൻ ചില വീഡിയോ കാണുമ്പോഴും അങ്ങനെ തന്നെ കാണാറുണ്ട്. ചിലവരിൽ കട്ട് ചെയ്ത് അങ്ങനെ മെയിൻ പോർഷൻ മാത്രം ഭാഗം മാത്രം കാണിക്കണുള്ളൂ. ഇത് നല്ല ഭംഗിയുള്ളൊരു ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഇതാണ്. ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് കയറാൻ പറ്റും കേട്ടോ. അടിപൊളിയാണ്, നല്ല രസമാണ്. മറ്റേൻ്റെ ഉള്ളിലോട്ട് ഞങ്ങൾ ആദ്യം കയറിയിട്ടുണ്ട്. പറ്റും ഞാൻ വേറൊരു അവിടെ ഉണ്ട്, വലിയ തോട്ടമുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഇത്രയും ഭംഗിയായിട്ട് അതില്ല. ഇതിൽ നല്ല രസമുണ്ട്. അപ്പോൾ വീഡിയോനെ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോട്ടാ, എനിക്കൊന്ന് കമൻറ്റ് ഇട്ടേക്കണം കേട്ടോ. മോശമാണെങ്കിൽ മോശം തന്നെ ഇട്ടണം. ഇന്ന പോലെ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതേപോലെ തെറ്റ് തിരുത്തണം, ഇങ്ങനെയൊക്കെ പറയണം കേട്ടോ. എന്നാലേ നമുക്കത് മനസ്സിലാവുള്ളൂ. അതനുസരിച്ച് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാവുന്നതാണ്. അവിടെ ഓറഞ്ചൊക്കെ ഉണ്ട്. ഇത് നല്ല തേയിലയുടെ എല്ലാം ചീരയുടെ കുരുവായിട്ട് നിൽക്കണം കേട്ടോ, വിത്തിന് വേണ്ടി. ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ 2 സ്ഥലം കൂടി ഉൾപ്പെടുത്തിയിട്ടില്ല. ഒന്ന് കേശവമ്പാറയിലോട്ട് നമുക്ക് കയറാൻ പറ്റിയില്ല. മെയിൻ കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 മണിക്കുള്ളിൽ നമ്മൾ ഇതൊക്കെ കവർ ചെയ്യണം, എത്തണം. 5 മണിക്ക് അവിടെ പൂട്ടും. ആ കേശവമ്പാറയും 5 മണിക്ക് 4 മണിക്കോ എന്ത് പൂട്ടും തോന്നുന്നു. ഞങ്ങൾ 4 മണിക്ക് സീതാർകുണ്ട് ചെന്ന് കയറി അതിന് ശേഷം പോയി. അപ്പോഴേക്ക് പൂട്ടിയിട്ടുണ്ടായിരുന്നു. സീതാർകുണ്ട് 4 മണിക്ക് പൂട്ടും. സീതാർകുണ്ടിൻ്റെ വ്യൂ പോയിന്റ് 4 മണിക്ക് പോകും. ഒരു ടിഷ്യൂ കളച്ചറിൻ്റെ വാഴയൊക്കെ ഉണ്ട്, അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. നല്ലപോലെ നല്ല ഭംഗിയിലൊക്കെയാണ് കേട്ടോ അവിടുത്തെ ഇത് ചെയ്ത് വെച്ചേക്കണത് അവർ. ഇത് നമ്മുടെ ഒരു കൂട്ടുകാരനോട് വെച്ച് കണ്ടതാണ്. പുള്ളി ഒരു ഓട്ടം വന്നതാണ്. അങ്ങനെ ഞങ്ങളെ കണ്ടപ്പോൾ ഇതിവിടെ നിൽക്കേണ്ട വിശ്വാസമാണ്. KSRTC ട്രിപ്പുകൾ നല്ലപോലെ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അധികം പൈസ വന്നുണ്ടാകില്ല. KSRTC ഒരു 600-700 രൂപയൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവർ വാങ്ങിക്കണേ. ഇത്രയൊന്നും കറക്റ്റ് അറിയില്ല. ഞാൻ എൻ്റെ ഇവിടെ പറവൂർ KSRTC വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാനുണ്ട്. ആ ഒരു ട്രിപ്പ് ഞങ്ങൾ കുളുക്കുമലയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ജീപ്പ് സഫാരിക്ക് പോവുകയാണ് കേട്ടോ. ഇത് നമുക്ക് അവർ 1800 രൂപയാണ് നമ്മളോട് പറഞ്ഞത്. ഇപ്പം ഞങ്ങൾ 2 പേരുണ്ട്, പിന്നെ വേറൊരു ഫാമിലി ഉണ്ട്. ഫാമിലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൊച്ചും അവർ 3 പേരുണ്ട് ബാക്കിൽ. അപ്പോൾ അവർ എല്ലാവരും കൂടി അറേഞ്ച് ചെയ്ത് അപ്പോൾ നമുക്കൊരു 800 രൂപ. പിന്നെ അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പാസ് എടുക്കണം. 60 രൂപ ഒരാൾക്ക് വേറെ അവിടെ എൻട്രൻസ് ഫീ അവിടെ കൊടുക്കണം ആ ഇതിനകത്ത്. അതേപോലെ ജീപ്പിൻ്റെ എന്തോ ഒരു പൈസ കൊടുക്കണം. ജീപ്പിൻ്റെ 100 രൂപ എന്തോ കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഷെയർ ചെയ്ത് പോകാനതാണ് എളുപ്പം, സുഖം. കാരണം 2 പേരൊക്കെ ഉള്ളുന്നുണ്ടെങ്കിൽ നമുക്കപ്പോൾ അത്രയും പൈസ കുറയ്ക്കാം. അവരോട് നമ്പർ കൊടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അവർ തന്നെ അത് ചെയ്ത് തരുന്നുണ്ട്. നമ്മൾ ചെല്ലുമ്പോൾ നമ്മളോട് ചോദിക്കേണ്ടത് ജീപ്പ് പോകാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ പോകണമെങ്കിൽ 2 ആളുടെ കുറവുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ നമ്പർ ഇതാ, ആ നമ്പറിൽ ഞങ്ങൾ കോൺടാക്ട് ചെയ്യുക, നിങ്ങൾ ഇവിടെ ഇതിനകത്തോട്ട് കയറിക്കോ, അപ്പോൾ ഞങ്ങൾ വിളിക്കും, വന്നാൽ മതി. അങ്ങനെ വിളിച്ച് ഞങ്ങളവർ തേടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ കയറിയത്. അപ്പോൾ നമുക്കധികം ചിലവ് വരെയില്ല. ഇതൊരു 1.5 മണിക്കൂറോളം ട്രിപ്പ് ഇട്ടിട്ടത് നല്ലൊരു യാത്രയാണ്. 2 വ്യൂ പോയിന്റുകളുണ്ട്. അവർ മുകളിലോട്ട് കൊണ്ടുപോയി 2 വ്യൂ പോയിന്റ് കാണിക്കുന്നുണ്ട്. ഇവിടെ സിനിമയുടെ ഒക്കെ ലൊക്കേഷനാണ്. 2-3 പടങ്ങളുടെ പേര് മൃഗയുടെ ഒക്കെ ഉണ്ടായ മൃഗ ഇവിടെയല്ല, കേശവമ്പാറയിലാണ് കേട്ടോ. അതുപോലെ 2-3 ഇതൊക്കെ പറയണ്ടായിരുന്നു അവർ. ഇവിടെ വരുമ്പോൾ നിങ്ങൾ ഏതായാലും ഈ ജീപ്പിന് യാത്ര ചെയ്യുന്നത് നല്ലതാണ്. ഈ ഓഫ് റോഡ് അതൊരു ഫീലായിരിക്കും, അടിപൊളിയാണ്. അതേപോലെ തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാണാവുന്ന ഒരു വ്യൂവും ഒരു പ്രത്യേകത ഇതാണ്. പിന്നെ നമുക്ക് ചെയ്യാവുന്നതെന്ന് വെച്ചാൽ റിസോർട്ടിലൊക്കെ സ്റ്റേ ചെയ്യണവർക്ക് റിസോർട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. അവരുടെ ഉള്ളിൽ ഇതിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് നൈറ്റൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് ഇവരുടെ 6 മണി വരെ ഉള്ളൂ ഇത്. ആ റിസോർട്ടിൽ നിന്ന് നമുക്ക് 10 മണിക്കോ അല്ലെങ്കിൽ 12 മണിക്കൊക്കെ അവർ കൊണ്ടുപോയി നമുക്ക് മൃഗങ്ങളുടെ ഇടയിൽ കൊണ്ട് നമ്മൾ നിർത്തും. അങ്ങനെ അത് റിസോർട്ടിൻ്റെ കെയർ ഓഫിലുള്ളതാണ് കേട്ടോ. ആ ട്രിപ്പ് ഞാൻ ഒരു വട്ടം പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പാസ് എടുക്കുന്ന സ്ഥലമാണ് അല്ലേ? അത് പാസ് എടുക്കുന്ന സ്ഥലമാണോ? ആ അതന്നെ, പാസ് എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ അവർ.
അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ അപ്പോൾ അവർ വന്ന് വിളിച്ചപ്പോൾ തന്നെ ഇത് നമ്മുടെ ജീപ്പ് ഡ്രൈവറാണ് കേട്ടോ. അപ്പോൾ വിളിച്ചപ്പോൾ ചേട്ടാ അത് ഫുഡ് കഴിക്കുമ്പോൾ വൈകി പോകില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഫുഡ് കഴിക്കാതെയാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. തിരിച്ചു വന്നിട്ടാണ് പിന്നെ കഴിക്കാൻ പറ്റുള്ളൂ. ഇതിൽ പോകുമ്പോൾ വേറെ ഒന്നും കിട്ടില്ല കേട്ടോ, നമുക്ക് ഒന്നും ഉണ്ടാവില്ല. ഒക്കെ നമുക്ക് കൈ പിടിച്ചിട്ട് പോകണം കേട്ടോ, വെള്ളം വരെയും കൊണ്ടുപോകണം കേട്ടോ. വേറെ ഒന്നും വാങ്ങിക്കാനിടയിലൊന്നും കച്ചവട സാധനങ്ങളൊന്നുമില്ല, ആരും വിൽക്കണമില്ല. അപ്പോൾ ഈ യാത്ര അടിപൊളിയാണ് കേട്ടോ. ഇപ്പോൾ ഈ പോണത് നല്ല രസമുള്ള യാത്രയാണ്. 6 പേര് 7 പേര് വരെ അവർ ജീപ്പിലേക്ക് കൊണ്ടുപോകും കേട്ടോ. നമ്മൾ എന്നും പറയണ പോലെ തന്നെ വീഡിയോയിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, നേരിട്ട് പോണത് തന്നെയാണ് ഭംഗി. നേരിട്ട് പോകുമ്പോൾ ഞങ്ങൾ പോയി കാണുന്ന പോലെ നമ്മളല്ലെങ്കിൽ വീഡിയോ പകർത്തുന്ന പോലെ അല്ല. നിങ്ങൾ നേരിട്ട് പോയാൽ അതിന് വേറൊരു ഫീൽ തന്നെയാണ്, ആസ്വദിക്കാൻ പറ്റും ശരിക്കും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മൾക്ക് ഫുള്ളായിട്ട് ഇടാനുള്ളൊരു മൈനസായിരുന്നു എൻ്റെ ഈ വീഡിയോയിൽ. കാരണം ഫുൾ വീഡിയോ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ലെങ്ത്ത് കൂടും. അപ്പോൾ അത് വന്നു കഴിഞ്ഞപ്പോൾ അത് എല്ലാവരും നമ്മളോട് പറഞ്ഞു അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവില്ല ഇടാന്ന് പറഞ്ഞു. അതിനുള്ള ക്ഷമ നമുക്കില്ല എന്ന് പറഞ്ഞ്, കാണുന്നവർക്ക് അതിനുള്ള ക്ഷമയില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് നമ്മൾ കട്ട് ചെയ്ത് ചെയ്യണത്. എൻ്റെ ആഗ്രഹം ഫുള്ളായിട്ട് ഇടാനാണ്. പക്ഷെ കുറേ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരുപാട് ലോഡ് വരുമ്പോൾ നമുക്കിവിടെ അപ്ലോഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും വരുന്നുണ്ട്. അതാണ് 2 പാർട്ടായിട്ടൊക്കെ കിട്ടണം കേട്ടോ. ഇപ്പോൾ ഇനിയിപ്പോൾ ഞാൻ രണ്ടാമത് ഇപ്പോൾ വേറൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അധികം ആൾക്കാർ പോകാത്തൊരു സ്ഥലമുണ്ട്, ഒരു തൂക്കുപാലമുണ്ട് നെല്ലിയാമ്പതിയിൽ. അതിനകത്തോട്ട് അവിടേക്ക് പോകണ ഒരു യാത്ര നല്ല രസമുള്ളത്. അത് ഈ കേശവമ്പാറ കഴിഞ്ഞിട്ട് പിന്നെയും ഒരു 5-8 കിലോമീറ്റർ പോകണം. വലിയ വണ്ടികളൊന്നും പോകില്ല, നമുക്ക് കാറൊക്കെ പോകും. കാറിനൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. ട്രാവലറൊന്നും അവിടെ കണ്ടില്ല കേട്ടോ, കുറച്ച് ആൾക്കാരെ പോകണുള്ളൂ കേട്ടോ. ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് പാക്കേജ് എടുത്ത് അല്ലെങ്കിൽ ഒരു ഇതിനായിട്ട് വരുമ്പോൾ ഒരു വലിയ വണ്ടി എടുത്ത് വരുമ്പോൾ അവർ നമുക്ക് ഈ 3 സ്ഥലങ്ങളെല്ലാം നമുക്ക് കാണിച്ചു തരണുള്ളൂ കേട്ടോ. സെപ്പറേറ്റ് നമ്മൾ ഈ 2 വീലറിന് വരുമ്പോൾ നമുക്ക് അരിച്ചു പിറക്കി എല്ലായിടത്തും പോയി കാണാൻ പറ്റും, അങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെ കുറച്ച് വെയിലൊക്കെ ഉള്ളതെന്നുള്ളൂ. പിന്നെ അത് ഓടിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്, നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു വ്യൂ പോയിൻ്റിൽ നിന്നുള്ളൊരു ഇതാണ് കേട്ടോ അത്. പിന്നെ ഞാൻ പറയണേ, ഇവിടുത്തെ ക്ലൈമറ്റ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാൻ പറ്റും. നല്ലൊരു ക്ലൈമറ്റാണ്, എപ്പോഴും തണവാണ്, ഒരു കുഴപ്പമില്ല, ചൂടില്ല, സുഖമായിട്ട് യാത്ര ചെയ്യാം. നല്ല കാറ്റടിച്ച് നല്ല സുഖമായിട്ട് നിൽക്കാം. ചൂടാണെന്നുണ്ടെങ്കിൽ നമുക്കത് പറ്റൂല. പിന്നെ ഒരു 1 ഡേ ട്രിപ്പായിട്ട് വരാനായിട്ട് അടിപൊളിയാണ് നെല്ലിയാമ്പതി. അതേപോലെ തന്നെ ഇതിൽ ലേറ്റായി ഇപ്പം ക്ലൈമറ്റ് ഈ എന്താ പറയുക ഒരു മഴക്കാലമൊക്കെ നല്ല അടിപൊളി, നല്ല രസമായിരിക്കും കേട്ടോ. ഈ കാണുന്ന പോലെ ആയിരിക്കില്ല. പിന്നെ അപ്പോൾ ഇവരോട് ഞാൻ ചോദിച്ചു എല്ലാ സമയത്തും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് അതിന് എല്ലാ സമയത്തും ഉണ്ട്. മഴക്കാലമാണെങ്കിൽ അവരിവിടെ കൊണ്ടുവരുന്നുണ്ട് എന്ന് പറഞ്ഞു. മഴക്കാലമാകുമ്പോൾ കുറേ കൂടി പച്ചപ്പ് ഉണ്ടാവുകയും ചെയ്യും. ഇതേപോലത്തെ നല്ലപോലെ കോടയും വീഴും, നല്ലൊരു ഫീലായിരിക്കുള്ളൂ കേട്ടോ. ഒക്കെ ഒരു പണ്ട് കാലത്തെ വലിയ കെട്ടിടങ്ങളൊക്കെ പൊളിഞ്ഞ് ഇതായി കിടക്കണത്, ഫോറസ്റ്റിൻ്റെ എന്താ തോന്നുന്നത്. ഇതിനുള്ളിൽ പിന്നെ 2-3 റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അവർ ജീപ്പ് ഡ്രൈവർ നമ്മളോട് പറഞ്ഞ് അവിടെയൊക്കെ റൂം എടുക്കണവർക്ക് അങ്ങോട്ട് പോകാനോട് വേറെ വഴികളൊക്കെ ഉണ്ട്, അവിടേക്കൊക്കെ നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. മോഹൻലാലിൻ്റെ ഒരു പടം അവിടെ പറഞ്ഞു, അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇത് വേറൊരു വ്യൂ പോയിന്റിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതൊക്കെ അടിപൊളിയാണ്. ഇങ്ങനെ നേരെ ഇതേപോലെ അല്ല വീഡിയോയിൽ കാണുന്ന പോലെ അല്ല കേട്ടോ, ഡയറക്റ്റ് പോയി കാണുമ്പോഴത്തെ ഒരു രസം വേറെയാണ് കേട്ടോ. ഇവിടെ വരെയാണ് നമ്മളെ കൊണ്ടുപോകണുള്ളൂ, അത് കഴിഞ്ഞിട്ട് നമ്മൾ റിട്ടേൺ വരെയാണ് കേട്ടോ. ഇവിടെ നിന്നുള്ള ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര കുഴിയായിട്ട് ഒരു പേടി പോലെ തോന്നും. പക്ഷെ നമ്മൾ കുറച്ചൊക്കെ സ്റ്റെപ്പ് ഇറങ്ങി നടന്ന സ്റ്റെപ്പല്ല, നമ്മൾ ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തോരം നടന്നാലും താഴത്തോട്ട് എത്തൂല, അങ്ങനെ എത്താനില്ല. നമുക്ക് വേറെ പോലെ അങ്ങോട്ട് താഴെ അങ്ങോട്ട് കിടക്കണം.
പക്ഷേ നമ്മൾ തിരിച്ച് നോക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരുപാട് നമുക്കറിയാൻ പറ്റില്ല, നമ്മൾ എന്തോരം താഴത്തോട്ട് നടന്ന് പോകണമെന്ന് മനസ്സിലാവില്ല. നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റും, അങ്ങനെ അങ്ങനെ അങ്ങോട്ട് ഇറക്കിറങ്ങി അങ്ങോട്ട് പോകാം. അത്രയും മുകളിൽ നമ്മൾ നിൽക്കണത്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ സീതാർകുണ്ട് വ്യൂ പോയിന്റിലോട്ടാണ് പോയത്. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ കൊല്ലംകോടിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞു, താഴെ നിന്നിട്ട് പറഞ്ഞ് ഇതാ നെല്ലിയാമ്പതി എന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾ മുകളിൽ ചെന്നിട്ട് നമ്മൾ നേരെ താഴത്തോട്ട് പറയുമ്പോൾ നമുക്ക് ഇതേ പറയാം അത് കൊല്ലംകോടാണ്. പക്ഷേ ഈ തവണ കൊല്ലംകോട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇത്തിരി വൈകിട്ടുണ്ട്, 4 മണിക്ക് ശേഷമുള്ള എന്താ. അപ്പോൾ ഇത്തിരി ഇങ്ങനെ കോടയൊക്കെ പതുക്കെ വീണെടുത്ത് നമുക്ക് താഴത്തോട്ട് അത്ര നല്ല ഭംഗി ഇങ്ങനെ ക്ലിയർ ആയിട്ട് കാണണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ മറ്റേ തൂക്കുപാലം ഉൾപ്പെടുത്താനില്ല, പിന്നെ കേശവമ്പാറയിൽ നമുക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ അത് ഉൾപ്പെടുത്താൻ പറ്റില്ല. പിന്നെ ഇനി മഴക്കാലത്ത് ഞങ്ങൾ വയനാട് കണ്ടത് നല്ല രസമില്ല, ഇത് നല്ല ഭയങ്കര കുത്തനെ അങ്ങോട്ട് കിടക്കുന്നുണ്ട് നല്ല. പക്ഷെ വീഴൊന്നുമില്ല, നമ്മൾ സ്ലിപ്പായി പോയി കഴിഞ്ഞാൽ വീഴും. പിന്നെ നമുക്ക് അതൊക്കെ ഇറങ്ങി പോവുകയാണെങ്കിൽ അങ്ങോട്ട് പോയിക്കോളും. അപ്പോൾ ഇതേപോലെയൊക്കെയാണ് അവിടെ നമുക്ക് സവാരിക്ക് വന്ന ജീപ്പുകാർ കയറ്റി തന്നത് കേട്ടാ. അതുപോലെ നല്ല സ്റ്റൈലിലൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഡ്രൈവർ 2 വട്ടം മാറി, 1 വട്ടം മാറിയിട്ടാ. അപ്പോൾ നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി സീതാർകുണ്ടിലോട്ട് പോണ വഴിയുണ്ട് ഇതൊക്കെ. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാപ്പിത്തോട്ടം, തേയിലത്തോട്ടം, അങ്ങനെ എല്ലാ സാധനങ്ങളും നമുക്ക് കണ്ടുപോകാം. എന്നാൽ അധികം ചിലവില്ലാത്ത ലെവലിൽ. എന്നാൽ ക്ലൈമറ്റ് ആണെങ്കിൽ നല്ല അടിപൊളി ക്ലൈമറ്റ് ആസ്വദിക്കുകയും ചെയ്യാം. ഇപ്പം നമ്മൾ അവിടെ അതിൻ്റെ ഇവിടെയാണ് നമുക്കവിടെ ചെക്ക് പോയിൻ്റ് ആയിട്ടുള്ളത്. അവിടെ ഒരാളുണ്ട്, സെക്യൂരിറ്റിക്കാരുണ്ട്. അതാ മറ്റേ ഗ്രീൻലാൻഡ് റിസോർട്ട്സിൻ്റെ അവാർഡാണ്. ഇത് ഈ ഗ്രീൻലാൻഡിലാണ് ഞങ്ങൾ അന്ന് താമസിച്ചിരുന്നത്. 2 ദിവസം അവിടെ സ്റ്റേ ചെയ്തെന്ന് പറഞ്ഞില്ലേ, അടിപൊളിയാണത്. അവിടെ നമുക്ക് മ്ലാവൊക്കെ വരും കേട്ടോ, അതിൻ്റെ ഉള്ളിൽ അവിടെ ഗ്രൗണ്ടിലോട്ടൊക്കെ മ്ലാവൊക്കെ കയറി വരും. ഇവിടുന്ന് പോണ വ്യൂ ഒക്കെ അടിപൊളിയാണ്, നല്ല രസമുള്ള ഇതാണ്. മറ്റേ എന്താ പറയുക, കാപ്പിത്തോട്ടങ്ങളാണ്. ഇവിടെയാണ് നമുക്ക് 4 മണിക്ക് സീതാർകുണ്ടിൻ്റെ മറ്റേ കവാടല്ലേ ഗ്രീൻലാൻഡിൻ്റെ അവിടെ നമുക്ക് 4 മണിക്കുള്ളിൽ കയറാൻ നോക്കണം കേട്ടോ. അല്ലെങ്കിൽ കാറിന് അവർ വിടില്ല. പിന്നെ അവരോട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ സോപ്പിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടത്തിയാലേ പുള്ളി വിടുള്ളൂ. അപ്പോൾ അങ്ങനത്തെ സംഭവമുണ്ട്. ആ റിസോർട്ടിലോട്ട് വന്നവരെ വിടുന്നുണ്ട്. അത് എങ്ങനെയാണെന്ന് അറിയില്ല. റിസോർട്ടിലോട്ടെന്ന് പറഞ്ഞാൽ പൊക്കി കൊടുത്ത് വിടുന്നുണ്ട്, അല്ലാത്തവരെ വിടുന്നില്ല. ഞങ്ങളെ വിടാതിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളെ വിടാതിരുന്നു. അപ്പോൾ നമ്മൾ ചേട്ടാ ഞങ്ങൾ പോയിട്ട് വരാം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് കഴിഞ്ഞ് മറ്റുള്ളവരൊക്കെ തിരിച്ചു പോയി, കാറുകാരൊക്കെ തിരിച്ചു പോയി. അപ്പോൾ ഞങ്ങളുടെ ഒപ്പം ജീപ്പിലുണ്ടായിരുന്നു, അവരും ഞങ്ങളുടെ പുറകെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കും കയറാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പുള്ളിക്കാരോടൊന്നും ചേട്ടാ ഞങ്ങൾ ഈ സൈഡിൽ കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോക്കോട്ടെ, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണാട്ടാന്ന് പറഞ്ഞപ്പോൾ പുള്ളി എന്നാൽ പോയിട്ട് വാന്ന് പറഞ്ഞ് അങ്ങനെ നമ്മളെ വിടണത്. അതേപോലെ നിങ്ങൾക്കൊരു ചാൻസ് ചോദിച്ചാൽ ചിലപ്പോൾ കിട്ടും. അത് എല്ലാവർക്കും ബുദ്ധിമുട്ടാവുന്ന ലെവൽ എല്ലാവരും നിൽക്കാൻ ചോദിക്കുകയും ചെയ്യരുത്, ഒരു അഡ്ജസ്റ്റബിളിൽ ചോദിക്കണം. അപ്പോൾ പുള്ളി വിടും. ആരുമില്ലാത്തവർക്ക് നോട്ടുള്ള സൈഡിൽ കൂടെ ചെന്ന് ചോദിക്കണം കേട്ടോ. അങ്ങനെ നിങ്ങൾ ലേറ്റായി പോവുകയാണെങ്കിൽ. ഇപ്പം നമ്മളവിടെ സീതാർകുണ്ട് വ്യൂ പോയിൻ്റിൻ്റെ അവിടെ എത്താറുണ്ട്. അവിടെ പ്രത്യേകിച്ച് വേറെ ചായ ഒന്നും അവിടെ കിട്ടാൻ വഴിയില്ല.
ഇല്ലെന്ന് തോന്നുന്നു. പിന്നെ അവിടെ ഏതോ ഒരു ഇതിൻ്റെ ഔട്ട്ലെറ്റ് ഉണ്ട്, എന്തോ വാങ്ങിക്കാനൊക്കെ പറ്റും അവിടെ. തേന അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും തോന്നുന്നു, തേയില. അല്ലാതെ വേറെ ഒന്നുമില്ല. ടോയ്ലറ്റ് ഫെസിലിറ്റീസ് അവിടെ ഉണ്ട്, സൈഡിലുണ്ട്. 5 രൂപ എന്തോ കൊടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അത് ചെയ്യാം കേട്ടോ. അങ്ങനൊരു ഗുണമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എത്തിയിരുന്നു കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും. അപ്പോൾ നമ്മൾക്ക് എന്താ പറയുക, ആഴ്ചയിൽ ഒരു വീഡിയോ വെച്ച് ഞങ്ങൾ ഓരോ സ്ഥലങ്ങളുണ്ട്. പണ്ട് നമ്മൾ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട്. അതിൻ്റെ അന്നൊന്നും നമ്മുടെ ഒരു വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ പോണതിൻ്റെ പേരിൽ നമ്മൾ അങ്ങനെ ഒന്ന് പോയി ഇട്ടിരിക്കുന്നു. അപ്പോൾ സീതാർകുണ്ടിലോട്ട് നമ്മൾ അവിടെ വ്യൂ പോയിന്റിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഡെങ്കി വഴിയാണ് അങ്ങോട്ട് ചെല്ലണേ. അപ്പോൾ അവിടെ നമുക്കൊരു നെല്ലിമരം കാണാമെന്ന് നിങ്ങൾ എല്ലാ വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ നെല്ലിയാമ്പത് കാണിക്കുമ്പോൾ തന്നെ എവിടെ കാണിച്ചാലും ഒരു നെല്ലിയുടെ ഒരു നെല്ലിമരത്തിൻ്റെ ഒരു ഇത് കാണാറില്ലേ. അപ്പോൾ ആ നെല്ലിമരമാണ് അവിടുത്തെ ഒരു എന്താ പറയുക, ഒരു ഫ്രെയിമായിട്ട് എപ്പോഴും വരാറുണ്ട്. അപ്പോൾ ആ നെല്ലിമരവും കൂടി കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ, ഇതിൻ്റെ ബാക്കിയൊരു വീഡിയോ ഉണ്ട്, ആ തൂക്കുപാലത്തിൻ്റെ വീഡിയോ ഉണ്ട്. അത് അടുത്ത ദിവസം ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിന് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ എന്നോട് അറിയിക്കണം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കേ.